ആ തുമ്പിയുടെ മൂട് കരിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അത്രയും ചൂടാണ് ആ ബോണറ്റുമ്മേ ഉണ്ടായിരുന്നത്. ഞാൻ തൃശ്ശൂർ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ഒരു നിർത്തിയിട്ടിരിക്കുന്ന കാറുമ്മേ കുറേ തുമ്പികൾ വന്ന് ഇങ്ങനെ ബാക്ക് ഭാഗം തട്ടി 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 പോയിക്കൊണ്ടിരിക്കുന്നു. സാധാരണ അത് മുട്ടയിടാനാണ് അങ്ങനെ കാണിക്കണതാണുള്ളത്. വെള്ളത്തിലാണ് മുട്ടയിടാറുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് അപ്പോൾ ഡൗട്ടായി, ഇത് കാറിൻ്റെ ബോണറ്റുമ്പോൾ മുട്ടയിടുന്നതാണോ? ഞാനത് വീഡിയോ എടുത്താണ് ഞാനിപ്പോൾ ഈ കാണുന്നത്. നല്ല ഉച്ച സമയത്താണ് വെയിലത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു നീല കാറ്, നല്ല ചൂടാണ് ആ ബോണറ്റ്. എപ്പോഴും തുമ്പികൾ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചെന്ന് നോക്കിയപ്പോൾ ആ ഡയറക്ഷനിൽ ആകാശം നല്ല റിഫ്ലക്ഷനായിട്ട് കാണാനുണ്ട്. ഈ കാറിൻ്റെ ബോണറ്റുമ്മേ നല്ല റിഫ്ലക്ഷനിലാണ് കാണുന്നത്. പിന്നെ നമ്മളത് നല്ല സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ അതിൽ കുറേ മഞ്ഞ ചെറിയ ചെറിയ ഡോട്ടുകൾ. നമ്മളൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പോക്കറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മൈക്രോസ്കോപ്പിൽ ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ആ വിഷ്വലാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് മുട്ടകളാണ് ഈ ഒരു ബോണറ്റിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റിയത്. ചെറുതാണ്, നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് മുട്ടയുടെ ഷേപ്പ് കാണാം. ഒരുപാട് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഈ പോക്കറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് അറിയാൻ മൈക്രോകോസ്മോസ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ചാനൽ നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. പല രീതിയിൽ മുട്ടയിടുന്ന തുമ്പികളുണ്ട്. ചിലത് ചെടികളിൽ, വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയുടെ സൈഡിൽ വന്ന് മുട്ടയിടുന്നുണ്ട്. ചിലത് വെള്ളത്തിൽ ഡയറക്റ്റ് ഇങ്ങനെ കുത്തനെ വന്ന് മുട്ടയിടുന്നതൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളിങ്ങനെ ബാക്ക് ഭാഗം വാലിങ്ങനെ തട്ടി തട്ടി മുട്ടയിടുന്നത് കാണാറുണ്ട്. എന്തായാലും മുട്ട നശിച്ചു പോയിണ്ടാവും. കാരണം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. കുറേ മുട്ടയുണ്ടെങ്കിലും ഒക്കെ നശിച്ചിട്ടുണ്ടാവും. പിന്നെ തുമ്പീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഓണത്തിന് തുമ്പി ഭയങ്കര പ്രത്യേകമുള്ളൊരു കാര്യമായിട്ട് പറയാറുണ്ട്. കാരണം പൂക്കളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ തുമ്പികൾ നിറച്ച് വരും. പൂന്തേനുണ്ണാൻ വരുന്ന തുമ്പിയുടെ പാട്ടും അതൊക്കെ ഉണ്ടെങ്കിലും തുമ്പി വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ ആണ്. അത് ഹൈലി പ്രൊഡക്റ്റീവ് ആണ്. നല്ലപോലെ ഹണ്ട് ചെയ്യും. അത്യാവശ്യം ഹണ്ടിങ്ങിൽ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ഒരു ജീവിയാണ് തുമ്പി. ഇനി തുമ്പിയുടെ ലാർവ എടുത്താലും ഇതേപോലെ തന്നെയാണ്, നല്ലപോലെ ഹണ്ടിങ് ഉള്ളതാണ്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് ചെറിയ ചെറിയ ലാർവകൾ, കൂത്താടിയോ അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ വരുമ്പോൾ അതിനെ ഭയങ്കര സഡൻ ചാടി കയറി പിടിക്കുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് സ്ലോ മോഷൻ വീഡിയോ ആണ്. അപ്പോൾ ആ സ്ലോ മോഷനിൽ പോലും ആകെ 2-3 ഫ്രെയിമിൽ ഇത് ക്യാച്ചിങ് തീരും. അപ്പോൾ അത്രയും ഫാസ്റ്റിൽ നടക്കുന്നതിൻ്റെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ്, ഇതുപോലുള്ള വിഷ്വൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ലാർവ എങ്ങനെയാണ് തുമ്പിയായി മാറുന്നതും, പിന്നെ ഈ ലാർവയുടെ മൗത്ത് പാർട്സ്, ഇതിൻ്റെ ഹണ്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു നീല കാറിൽ മാത്രമാണ് മുട്ടയിട്ടിരുന്നത്, മറ്റടുത്ത് കിടന്നിരുന്ന കാറിലൊന്നുമില്ല. അപ്പോൾ ലാർവയുടെ കുറച്ച് ഡീറ്റെയിലുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.